എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ പമ്പാ നദിയുടെ തീരത്താണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. വാർഷിക വള്ളസദ്യ, വള്ളംകളി എന്നിവയിൽ പ്രസിദ്ധമാണിവിടം. മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. എന്നിരുന്നാലും ഭഗവാന്റെ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ പേരിലാണ് ക്ഷേത്രം പ്രസിദ്ധമായിട്ടുള്ളത്. ചതുർബാഹു പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. സമാനമായ പ്രതിഷ്ഠ ഗുരുവായൂർ ക്ഷേത്രത്തിലും കാണാവുന്നതാണ്. തിരുവാറന്മുളയപ്പൻ എന്ന് ഇവിടുത്തെ ഭഗവാൻ അറിയപ്പെടുന്നു. 6 അടി ഉയരം വരുന്ന വിഗ്രഹം തൻ്റെ ഭക്തനായ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ പ്രതിഷ്ഠയുള്ളത് ആറന്മുളയിലാണ്. ആഗ്രഹസാഫല്യത്തിനായി നടത്തുന്ന ആറന്മുള വള്ളസദ്യ ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. തിരുവോണത്തോണിയും അഷ്ടമിരോഹിണി വള്ളസദ്യയും ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും ഇവിടുത്തെ പ്രധാന വിശേഷങ്ങളാണ്. ആറന്മുള കണ്ണാടിയും പ്രസിദ്ധമാണ്. പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ചവയാണ് ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയും തൂണുകളും. ചില തൂണുകളിൽ പുരാതന ഇന്ത്യൻ ഇതിഹാസങ്ങളായ രാമായണം, മഹാഭാരതം എന്നിവയിൽ നിന്നുള്ള വിവിധ കഥാസന്ദർഭങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന മരം കൊത്തുപണികൾ കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ ചുവരുകളിൽ 18ാം നൂറ്റാണ്ടിലെ ചിത്രകാരന്മാർ വരച്ചു എന്ന് കരുതപ്പെടുന്ന ചുവർ ചിത്രങ്ങൾ കാണാവുന്നതാണ്. ആറന്മുളയിലെ വള്ളസദ്യ ആറന്മുള ക്ഷേത്രത്തിലെ ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന ഉത്സവമാണ്. 64 വിഭവങ്ങളുള്ള വലിയ സദ്യയാണിത്. ഓണക്കാലത്ത് വള്ളംകളിയും നടത്തപ്പെടുന്നു. പരമ്പരാഗത വിരുന്ന് എല്ലാ വർഷവും ഓഗസ്റ്റ് പകുതി മുതൽ ഒക്ടോബർ ആദ്യം വരെ വിളമ്പുന്നു. വള്ളം തുഴയുന്നവർക്ക് ഈ വിരുന്ന് വിളമ്പുന്നത് ഒരു വിശുദ്ധ ക്ഷേത്രാചാരമായി കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രത്തിന് വടക്കുവശത്ത് സ്ഥിതി ചെയ്യുന്ന കീഴ്തൃക്കോവിലാണിത്. ക്ഷേത്രനിരപ്പിൽ നിന്ന് 18 അടി താഴെയാണിത് സ്ഥിതി ചെയ്യുന്നത്. ബലരാമനും പരമശിവനും ഗണപതിയുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ. പുരാതനമായ ബലരാമ ക്ഷേത്രം സ്വതന്ത്ര ക്ഷേത്രമായിരുന്നുവെന്നും അതിനെ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ ക്ഷേത്ര സമുച്ചയം ഉയർന്നു വന്നതെന്നും വിശ്വാസമുണ്ട്. വടക്ക് കിഴക്കേ മൂലസ്ഥാനത്ത് നാഗരാജാവിൻ്റെയും നാഗയക്ഷിയുടെയും പ്രതിഷ്ഠ കാണാം. ഇത് ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരമാണ്. ഇവിടെ തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നിങ്ങനെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനായി 4 ഗോപുരങ്ങളുണ്ട്. വടക്കേ ഗോപുരത്തിൽ നിന്ന് പമ്പയിലേക്ക് ഇറങ്ങാനായി 57 പടികളുണ്ട്. പള്ളിയോടങ്ങൾ പമ്പാ നദിയിലൂടെ തുഴഞ്ഞ് ആറന്മുളയുടെ തനിമയിലും താളത്തിലുമുള്ള വഞ്ചിപ്പാട്ടുകൾ പാടി ആറന്മുള ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരനടയിലെത്തുന്നു. ആചാരനിബിഡമായ ആറന്മുള വള്ളസദ്യ വഴിപാട് നടത്തുന്ന സമയങ്ങളിൽ ഇവിടെ നിന്ന് കരക്കാരെ ക്ഷേത്രാധികാരികളോ വഴിപാടുകാരനോ വെറ്റിലയും പുകയിലയും നൽകി അഷ്ടമംഗല്യത്തിൻ്റെയും മുത്തുക്കുടയുടെയും വാദ്യമേളത്തിൻ്റെയും അകമ്പടിയോടുകൂടി സ്വീകരിക്കുന്നു. പമ്പാ നദിയിൽ മഴവെള്ളം നിറയുമ്പോൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ അടിത്തറ നന്നായി ഉയർത്തിയിരിക്കുന്നതായി കാണാം. വാഴയിലയിൽ 60ലധികം രുചികരമായ വിഭവങ്ങൾ വിളമ്പുന്ന രാജകീയമായ ഭക്ഷണ വിരുന്നാണ് ആറന്മുള വള്ളസദ്യ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ എല്ലാ വർഷവും നടത്തപ്പെടുന്ന തനതായ ആചാരമാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സസ്യാഹാര വിരുന്നായി ഇതിനെ കണക്കാക്കപ്പെടുന്നു. 2 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ വള്ളസദ്യയിൽ വഞ്ചിപ്പാട്ടുകൾ പാടി തുഴക്കാർ വിഭവങ്ങൾ ചോദിക്കുമ്പോൾ അവ വിളമ്പുന്ന മനോഹരമായ കാഴ്ച കാണാവുന്നതാണ്. വഞ്ചിപ്പാട്ടിൻ്റെ ഈണം ആസ്വദിച്ച് നമുക്കിവിടെ നിന്ന് സദ്യ കഴിക്കാനാവും. വള്ളസദ്യ നടത്തപ്പെടുന്ന സമയങ്ങളിൽ വള്ളസദ്യയ്ക്കായി നമുക്ക് പള്ളിയോട സമിതികളിൽ നിന്ന് കൂപ്പണുകൾ വാങ്ങാവുന്നതാണ്. നമുക്ക് കൂപ്പണുകൾ ലഭ്യമായിട്ടില്ല എങ്കിൽ പോലും ക്ഷേത്രത്തിൽ ക്യൂ നിന്ന് നമുക്ക് സദ്യ കഴിക്കാവുന്നതാണ്. ഇനി അതുമല്ല എങ്കിൽ പള്ളിയോട സമിതികൾ നടത്തുന്ന കരക്കാർക്കായുള്ള സദ്യയിൽ നമുക്ക് പങ്കെടുക്കാവുന്നതാണ്. എങ്ങനെയായാലും ആറന്മുള വള്ളസദ്യ നമുക്ക് പുറത്തുനിന്ന് വരുന്നവർക്കും കഴിക്കുവാനായി സാധിക്കും.
ഇത്തവണ നമ്മൾ ആറന്മുള വള്ളസദ്യ കഴിച്ചത് പാഞ്ചജന്യം പള്ളിയോട സേവാ സംഘത്തിൽ നിന്നാണ്. അഷ്ടമിരോഹിണി ദിനത്തിലും ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന സമയത്തും നമ്മൾ വരികയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് തന്നെ സദ്യ കഴിക്കാവുന്നതാണ്. സമൂഹ സദ്യയാണ് അന്ന് നടത്തപ്പെടുന്നത്. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ആറന്മുള സദ്യ കഴിക്കാവുന്നതാണ്. ആറന്മുള ക്ഷേത്രവും ആറന്മുള വള്ളസദ്യയും വള്ളംകളിയും മാത്രമല്ല, ആറന്മുളയിലെ വിശേഷങ്ങൾ, ആറന്മുളയിലൂടെയുള്ള നമ്മുടെ യാത്രകൾ അവസാനിക്കുന്നില്ല. പുതിയൊരു വീഡിയോയിലൂടെ യാത്രയുടെ മറ്റു വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.